ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ലോക ചാപ്റ്റർ 2 അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇന്നലെയാണ് വന്നത്. പിന്നെ ലോക ചാപ്റ്റർ 1 സക്സസ്ഫുള്ളി റണ്ണിങ്ങിലാണ്. ഇപ്പം ഏകദേശം ഒരു 300 കോടിയോളം തന്നെ ഇപ്പം തന്നെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ റണ്ണിങ്ങിലുള്ള സമയത്ത് തന്നെ ചാപ്റ്റർ 2ൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. കാരണം മിക്ക സിനിമകളും സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു 2-3 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ KGF ആയിരുന്നാലും പിന്നെ ഇപ്പം ലോകേഷിൻ്റെ യൂണിവേഴ്സ് ആയിരുന്നാലും ഒരുപാട് വെയിറ്റ് ചെയ്യണമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് അത്രയും ലാഗടിപ്പിക്കാതെ തന്നെ അനൗൺസ്മെൻറ്റ് വന്നല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ സിനിമ ഇറക്കുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇറക്കട്ടെ. പിന്നെ ഈ ലോക എന്ന് പറയുന്നത് അവരൊരു ഹോൾ വേൾഡ്, അതായത് നമ്മുടെ ഐതിഹ്യം അല്ലെങ്കിൽ മിത്ത് അങ്ങനെ അതൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ഇന്നത്തെ കാലമായിട്ട് ബന്ധപ്പെടുത്തി ഇറക്കിയൊരു സിനിമയാണ്. അപ്പം അത് ഓൾറെഡി ഇത്രയും 300 കോടി കളക്ഷൻ കിട്ടിയെങ്കിൽ അത് നമ്മളെല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ. എല്ലാവർക്കും അത് ഓക്കെ ആയിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ ക്യാമറ, എഡിറ്റിങ് എല്ലാം കൊണ്ടും ചാപ്റ്റർ 1 പക്കയായിരുന്നു. ചാപ്റ്റർ 2 അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോണത്. അപ്പം കോമഡിക്കാണെങ്കിൽ കോമഡി, ഒരു ഇമോഷണൽ ആണെങ്കിൽ അങ്ങനെ എല്ലാം ഫുള്ളി പാക്കാണ്. സെക്കൻഡും അതുപോലെ ആയിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. എടോ, എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ ആരും ബോറൻ. ഞാൻ ബോറനോ? താനാണോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ, കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീയാവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീതി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ പറ്റി താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ചാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്കും, നമുക്ക് നോക്കാം. അവരൊരു കൂട്ടായിട്ടാണ് വന്നത്, സഹോദരങ്ങൾ മൊത്തത്തിലായിട്ടാണ് വന്നത്. സംഭവം കിടിലനായിട്ടുണ്ട്. സിനിമയും ഇതുപോലെ കിടിലനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക് വേണ്ടി. ബൈ.